IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണം നമുക്കെല്ലാവർക്കും വലിയ ഞടുക്കമുളവാക്കി. തിരുവനന്തപുരം എയർപോർട്ടിലെ IBയിലെ ഉദ്യോഗസ്ഥയാണ് മേഘ. 24 വയസ്സുള്ള കുട്ടിക്ക് 40,000-50,000 രൂപ ശമ്പളം വാങ്ങിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി ജോലി പ്രവേശിച്ചിട്ട്. മേഘയുടെ ഈ IBയുടെ ട്രെയിനിങ് നടന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ജോധ്പൂർ ട്രെയിനിങ് സെൻറ്ററിൽ അവിടെ വെച്ചുള്ള പരിചയത്തിലാണ് സുകാന്ത് സുരേഷ് എന്ന മലപ്പുറക്കാരനുമായിട്ട് മലപ്പുറം എടപ്പാളിലെ വട്ടംകുളം എന്ന സ്ഥലത്ത് ഉള്ള ആളാണ് സുകാന്ത് സുരേഷ്. ഏതായാലും ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് രണ്ടുപേരും അടുപ്പമായി പരിചയമായി. ഒരാളെ എറണാകുളം IBയിൽ അവിടെ എയർപോർട്ടിൽ പോസ്റ്റ് ചെയ്തു, മറ്റൊരാളെ തിരുവനന്തപുരത്ത്. മേഘ തിരുവനന്തപുരത്താണ് വന്നത്. അവിടെ വെച്ചുള്ള പരിചയമാണെന്ന് തോന്നുന്നു. പരസ്പരം രണ്ടുപേരും അടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ ഈ പെൺകുട്ടിയുടെ അമ്മ പാലക്കാട് അവിടെ ജില്ലാ കളക്ടർ ഓഫീസിലാണ് ജോലി. പിതാവ് ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഏക മകളാണ് മേഘ. സുന്ദരിയായ കുട്ടിയുടെ ജോലി സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ആ പിതാവ് മധുസൂദനനും അമ്മയും അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് കൊച്ചിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. മാതാവ് പാലക്കാട് ജില്ലയിൽ ജോലി, ആഴ്ചയിലൊക്കെ വരും. ഇവിടെ പിതാവാണ് ഈ കുട്ടിയെ നോക്കുന്നത് കൂടുതലും. പെൺകുട്ടിക്ക് ഓഫീസിൽ പോകാൻ ഈഞ്ചക്കൽ താമസത്തിൽ നിന്ന് പോകാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി അവളുടെ പേരിൽ ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു. അവളുടെ പേരിൽ കാറ് വാങ്ങിച്ചു കൊടുത്തെങ്കിലും അത് പിതാവിൻ്റെ രജിസ്ട്രേഷൻ പിതാവിൻ്റെ പേരിൽ തന്നെയാണ്. കുട്ടിയുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു. കുട്ടിയുടെ മരണശേഷമാണ് അദ്ദേഹം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കൂടെ ആ എറണാകുളത്തെ അവിടെ ഈ ടാക്സ് പിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തും ഈ കാറ് പാസ് ചെയ്യുമ്പം പെനാൽറ്റി അടിച്ചിട്ടുണ്ട്. അപ്പം അത് അക്കൗണ്ടിൽ കൂടെ പിതാവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് കാറ് പോയിരിക്കുന്നു. അതെങ്ങനെ പോയെന്ന് ഇപ്പം മരിച്ച ശേഷമാണ് പിതാവ് ചിന്തിക്കുന്നത് തന്നെ. കുട്ടി എറണാകുളത്ത് പോയിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് പല സ്ഥലത്തും പോകും, ട്രെയിനിങ് സംബന്ധമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകും. പക്ഷേ എറണാകുളത്ത് വെച്ച് ടോൾ പ്ലാസയിൽ അവർ ഫൈൻ അടച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ എറണാകുളത്ത് ടോൾ പ്ലാസയിൽ വാഹനം പോയിരിക്കുന്നു. അപ്പോൾ ഈ സുകാന്തുമായിട്ട് അടുപ്പവും പരിചയമാണ്. അത് പിതാവിനെ അറിഞ്ഞുകൂടാ. പക്ഷേ പിന്നീട് ഒരു കല്യാണ ആലോചന ആയിട്ട് ഇത് തുടക്കം കുറിച്ചു. അപ്പം പെൺകുട്ടിക്ക് ഇയാളെ തന്നെ മതി എന്നുള്ള ഉറപ്പിൽ ആ കല്യാണമായിട്ട് അവർക്ക് താല്പര്യമില്ലെങ്കിലും, മധുസൂദനും ഭാര്യയ്ക്കും താല്പര്യമില്ലെങ്കിലും കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം ആലോചിച്ചു. കല്യാണം ആലോചിച്ച ശേഷമാണ് അയാൾക്ക് വേറൊരു കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞതായിട്ട് ഉള്ള വാർത്ത വരുന്നത്. അത് കുട്ടിക്ക് വലിയ ഷോക്കായി. കാരണം കുട്ടിയുടെ പേരിൽ കഴിഞ്ഞ 8 മാസത്തെ ശമ്പളം ഇയാൾ വലിച്ചിട്ടുണ്ട്. 3-3.5 ലക്ഷം രൂപ വലിച്ചിരിക്കുന്നു. അതിൽ 1 ലക്ഷം ചില്ലാനും രൂപ മടക്കി അയച്ചിട്ടുമുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞപ്പം കഴിഞ്ഞ 8 മാസത്തെ ശമ്പളം പോയിട്ടുണ്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക്. 861 രൂപ മാത്രമേ കൊച്ചിൻ്റെ ആ ഒരു അക്കൗണ്ടിലുള്ളൂ. പെൺകുട്ടിയുടെ മരണം നമുക്കറിയാം. അത് പേട്ടയ്ക്കും പേട്ടയുടെ അടുത്ത്, പേട്ട ജംഗ്ഷനടുത്ത് അല്ലെ റെയിൽവേ സ്റ്റേഷനടുത്ത് അവിടെ വിജനമായ കുറച്ച് ഏരിയ റെയിൽവേ ട്രാക്കിലുണ്ട്. ആ വഴി പെൺകുട്ടി ട്രാക്കിൽ കൂടെ നടന്നു പോകുന്ന ദൃശ്യം ട്രെയിനിലെ അവിടുത്തെ ജോലിക്കാർ അല്ലെ ട്രെയിൻ യാത്രക്കാർ അവർ കണ്ടു. പക്ഷേ ആ പെൺകുട്ടി ട്രെയിനേക്കൂടെ നടന്നു പോകുമ്പം ട്രാക്ക് മാറി പോകും എന്നാണ് റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ കരുതിയത്. പക്ഷേ ട്രെയിൻ എടുത്ത് വരും തോറും കുട്ടി പാളത്തിലേക്ക് കിടന്ന് തല വെച്ച് കൊടുത്തു. ട്രെയിൻ കയറി ഇറങ്ങി കുട്ടി ആത്മഹത്യ ചെയ്തു. അതുവരെ ആരോ ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു കുട്ടി.
ആ ട്രെയിനിൻ്റെ ചക്രം കയറി ആ ഫോണും തവിടുപൊടിയായി. പോലീസിന് ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിലും അത് ചപ്പിപ്പോയതുകൊണ്ട്, അത് പല ഭാഗവും ഒടിഞ്ഞു പോയതുകൊണ്ട് ഫോണിനുള്ള ഡീറ്റെയിൽസ് കിട്ടിയില്ല. എന്തായാലും സി ഡി ആറും മറ്റും ഫോണിലെ മെസ്സേജുകളെല്ലാം പോലീസ് റിട്രീവ് ചെയ്തു പിന്നീട് എക്സ്പെർട്ട് മുഖേന. പക്ഷേ പെൺകുട്ടി അവസാനം സംസാരിച്ചത് സുഗന്ധ് സുരേഷിനെ തന്നെയാണ് എന്നാണ് കരുതുന്നത്. കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പം വരുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ ഈ ശമ്പളം 8 മാസമായിട്ട് തുടർച്ചയായിട്ട് അതേപടി ശമ്പളം അയാളുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം കുട്ടിക്ക് കഴിഞ്ഞുകൂടാനായിട്ട് അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പോലും ഉള്ള പണം കയ്യിലില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഏതായാലും ഈ സംഭവത്തെപ്പറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും, ഒരു സൂയിസൈഡിൻ്റെ ഇതിൽ കൂടെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും, ഇതൊരു അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡിലേക്ക് തന്നെ വരണം. പി ദിവ്യയുടെ കേസ് നമുക്കറിയാം. ഇത് ആ കുട്ടിയെ 8 മാസം അതിൻ്റെ ശമ്പളം പിടിച്ചു വാങ്ങിച്ചു. അതിൻ്റെ കയ്യിൽ ബാങ്കിലെ പൈസ ഇല്ല. അത് പട്ടിണിയിലേക്ക് തന്നെ പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും പൈസ ഇല്ല എന്ന് സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്? ആ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ മറ്റു രീതികൾ പോസ്റ്റ്മോർട്ടത്തിൽ അറിയത്തുള്ളൂ. പെൺകുട്ടി ഏതായാലും ട്രെയിനിങ്ങിന് പോയി രാജസ്ഥാനിൽ വെച്ച് തന്നെ ഇയാളുമായിട്ട് നല്ല അടുപ്പമായി. ആ അടുപ്പം അത് തുടർന്നുകൊണ്ടിരുന്നു. ആ അടുപ്പത്തിൻ്റെ പുറത്താണ് പണം മുഴുവൻ അങ്ങോട്ട് വലിച്ചെടുത്തത്. അതിനുശേഷം വിവാഹാലോചന വന്നപ്പോഴാണ് അയാൾ പിന്മാറി, വേറെ കല്യാണം ഉറച്ചു എന്ന് പറയുന്നു. ഏതായാലും പേട്ട പോലീസ് ഇപ്പോൾ എടപ്പാളിൽ ചെന്നു. കഴിഞ്ഞ 8 ദിവസമായിട്ട് ആ വീട് പൂട്ടിക്കിടക്കുകയാണ്. അയാളുടെ അമ്മയില്ല, ആരും വീട്ടിലില്ല. അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ്. IBയിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടാവും. മിക്കവാറും ലീവിൽ തന്നെ ആയിരിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മകളുടെ അക്കൗണ്ടിലെ പൈസ എങ്ങനെ മകളുടെ സമ്മതത്തോട് മാത്രമേ അങ്ങോട്ട് പോകാൻ ഒക്കുള്ളെങ്കിലും അവർ തമ്മിലുള്ള അടുപ്പവും സ്നേഹം കാരണം ആ കുട്ടി പണം മുഴുവൻ അങ്ങോട്ട് അയക്കുന്നതിന് തടസ്സം നിന്നില്ല. എറണാകുളത്തെ IB ജോലി ചെയ്യുന്ന ഇയാൾ ഈ പെൺകുട്ടിയായിട്ട് ഇതൊരു അടുപ്പമുണ്ടായി പെൺകുട്ടിയെ ചതിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വിവാഹത്തിൽ നിന്നുള്ള പിന്മാറ്റം മാത്രമല്ല, പെൺകുട്ടിയെ ഇത്രയും നാളും അതുപോലുമായിട്ട് ആ മൊബൈൽ ഫോണിൽ കൂടെ ഈ കാര്യങ്ങൾ സംസാരിച്ച് രണ്ടുപേരും നല്ല ബന്ധത്തിലാണ് എന്ന് ബോധ്യം രണ്ടു കൂട്ടർക്കും അറിയാം. പക്ഷേ അയാൾ ചതിച്ചു. ആ ചതി എന്തായാലും ഒരു അബറ്റ്മെൻ്റ്, ഒരു പ്രേരണ കുറ്റമാണ്. ആ ചതി കാരണമാണ് ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയത്. അത് ഒറ്റപ്പെട്ടു പോയി. വീട്ടിൽ നിർബന്ധിച്ച് ഇയാളെ കല്യാണം കഴിക്കാൻ ആ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ച മകളാണ്. ആ പെൺകുട്ടി ഡെസ്പറേറ്റായി, ആശ്രയമില്ല, ആരും ഇക്കാര്യത്തിൽ ആരും സഹായിക്കാനില്ല. വീട്ടുകാർ സഹായിക്കാനുണ്ടെങ്കിലും ആ സുഹൃത്ത് പെൺകുട്ടിയെ ചതിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ കുട്ടി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഏതായാലും പോലീസ് ഇതൊരു പ്രേരണ കുറ്റത്തിലോട്ട് തന്നെ കൊണ്ടുപോകണം. കാരണം അതിലുള്ള ഒരു വിവാഹം മാറി എന്ന് വിചാരിച്ചാൽ ഒരു പ്രേരണ കുറ്റമാകില്ല. പക്ഷേ അതല്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ട്രെയിനിങ്ങിന് ശേഷം രണ്ടുപേരും ഒന്നിച്ച് ഡെയിലി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതൊരു സ്നേഹത്തിൻ്റെ ഉദാഹരണം തന്നെയാണ്. ആ പെൺകുട്ടിയുടെ കാറിൽ ആണ് അയാൾ സഞ്ചരിക്കുന്നത് എറണാകുളത്ത്. ഇവർ രണ്ടുപേരും പല ട്രിപ്പുകളും എറണാകുളത്ത് വെച്ച് പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചതിയാണ് നടത്തിയത്. ആ കുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച വ്യക്തിയാണ് ചതിച്ചത്. അതുകൊണ്ട് ഒരു അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡിലേക്ക് പോകും. അതിനപ്പുറത്തേക്ക് കുട്ടിയെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 376 തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, ഏത് വിധത്തിലാണ് കുട്ടിയെ ചതിച്ചത്, അയാൾ കുട്ടിയായിട്ട് കാര്യങ്ങൾ നടത്തി ശേഷം പിൻവാങ്ങുകയാണോ ചെയ്തത്, അതിന് വേണ്ടിയിട്ടാണ് കുട്ടിയായിട്ട് സ്നേഹമാണ്, അതിനെ ആ 21 വയസ്സുകാരി മറ്റൊരാരുമായിട്ട് അതിന് ബന്ധങ്ങളില്ല, ഒരു സുഹൃത്തുമില്ല, ഇയാളെ മാത്രം പ്രതീക്ഷിച്ച് ആ കുട്ടി മുന്നോട്ട് പോയത്. അതിൻ്റെ ശമ്പളം മുഴുവൻ കൊടുക്കുന്നതും അങ്ങനെയാണ്. ചതിയുടെ ലോകത്തിലാണ് ആ കുട്ടി ജീവിച്ചു പോകുന്നത്. അതാണ് ഇതിൻ്റെ കൃത്യമായ ഒരു ഉത്തരം. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. പേട്ട പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമുണ്ട്. പക്ഷേ അയാളെ കാണാനില്ല. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെല്ലാം അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട്
ഏതായാലും അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്.